ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് ഫ്രൈ ആണ്. അതിന് ഞാനൊരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് തീ കത്തിച്ചു. ഞാനിതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്, നാടൻ ബീഫ് കറി. അപ്പോൾ നമുക്കൊന്ന് എണ്ണ ചൂടാവുന്നിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നു. ഞാനിതിലേക്ക് ഒരു സവോള അരിഞ്ഞത്, ഒരു 10 ചെറിയുള്ളി അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം ഇട്ട് ഇളക്കി കൊടുത്തു. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നാടൻ ബീഫ് കറിയാണ് റെഡിയാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണിത്. അങ്ങനെ നമ്മുടെ സവോള വാടി വരുന്നു. ഞാനിതിലേക്ക് 2 കഷ്ണം തേങ്ങാക്കൊത്തിട്ടിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. അതുപോലെ ശകലം കറിവേപ്പില ആഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഒരു പകുതിയോളം വാടി വന്നു. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ഏറെക്കുറെ ഒന്ന് മൂത്ത് വന്നു. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് ഒരുപാട് പൊടിഞ്ഞതല്ല, ഒരു മീഡിയം ലെവലിൽ പൊടിഞ്ഞ കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നു. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് റെഡിയായി വന്നു. ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 കിലോ പോത്തിറച്ചിയാണ്. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ പൊടികളും ബീഫും എല്ലാം ഇട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് തീ കൂട്ടി വെച്ച് ഒരു 7 വിസിലടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് റെഡിയായി. ഞാൻ ഇത് ഒന്ന് കടുക് താളിച്ച് ഒന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലിട്ട് വെക്കുകയാണ്. അങ്ങനെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. ഇനി നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കാം. നമ്മുടെ ബീഫെല്ലാം വെന്ത് മസാലയെല്ലാം പിടിച്ച് നല്ല റെഡിയായിട്ടിരിക്കുകയാണ്. ഞാനിതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കൊന്ന് ചൂടാവുന്നത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നു. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നു. ഞാനിതിലേക്ക് ഒരു 2 ചെറിയുള്ളി കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം നല്ല ഫസ്റ്റായിട്ട് മൂത്ത് റെഡിയായിട്ട് വന്നു. ഞാനിതിലേക്ക് ഒരു 2 ഉണക്കമുളകും ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വറവ് റെഡിയായി. ഞാൻ ബീഫ് നമ്മുടെ കറി റെഡിയായത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ നാടൻ ബീഫ് കറി റെഡിയായിരിക്കുകയാണ്. നല്ല കുറുകിയ ചാറോടുകൂടി വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ബീഫ് കറിയാണിത്. അങ്ങനെ നമ്മുടെ ബീഫ് കറി തിളച്ച് റെഡിയായി. ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കി എടുക്കാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ബീഫ് കറി റെഡിയായി. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.